സരിതയുടെ വീട്ടിൽ അച്ഛന് ചടങ്ങുകളായിരുന്നു അന്നേ ദിവസം. അത്യാവശ്യം ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു. മുറ്റത്തിന് ചെറിയൊരു പന്തലിട്ടാണ് സദ്യ കൊടുക്കാൻ ഒരുക്കിയിരുന്നത്. ആഹാരമെല്ലാം ദിനേശിന്റെ നേതൃത്വത്തിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ നടക്കുന്നതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന മട്ടിലായിരുന്നു സഞ്ജു. സരിതയ്ക്ക് അവന്റെ ഭാവം കണ്ട് ദേഷ്യം വന്നുവെങ്കിലും ബന്ധുക്കളെല്ലാം വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് സ്വയം ഒതുക്കിയവൾ. എല്ലാം കഴിഞ്ഞ ആൾക്കെല്ലാം ഒഴിഞ്ഞു. അടുത്ത ബന്ധുക്കൾ മാത്രമായി വീട്ടിൽ. സരിത, ഇന്നത്തെ ഫുഡിന്റെയും മറ്റും ചിലവാണിതിൽ. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കണക്കുകൾ സൂക്ഷിക്കണമല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചാണ്. ഇതാ. ദിനേശൻ തനിക്ക് നിര നീട്ടിയ വലിയ പേപ്പർ വാങ്ങി ദയനീയതയുടെ സരിത അവനെ നോക്കി. ഇനി ഇവിടെ അടുത്ത ബന്ധുക്കൾ മാത്രമല്ലേ ഉള്ളൂ. ഇനിയെങ്കിലും ഇവരുടെ വിവാഹക്കാര്യം എല്ലാവരെയും അറിയിച്ചുകൂടെ? ദിനേശന്റെ അമ്മ സരിതയുടെ അമ്മയോട് ചോദിച്ചു. വിവാഹക്കാര്യം നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ചിലവാക്കിയ പണം മുഴുവനും ഞാൻ തന്നെ തീർക്കും. അതുകൊണ്ട് എൻ്റെ മോളെ കണ്ട് ആരും ഇവിടെ പനി പിടിച്ചു നിൽക്കണ്ട. അമ്മ പറയുന്ന കേട്ടപ്പോൾ ദേഷ്യം വന്നു സരിതയ്ക്ക്. അമ്മേ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അച്ഛനാണ് ഈ വിവാഹം തീരുമാനിച്ചത്. അതുകൊണ്ട് ദിനേശ് ചേട്ടന് വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. മോളെ, അച്ഛൻ പടി ഇറങ്ങി പോകുമ്പോഴേക്കും നിനക്ക് വിവാഹം കഴിച്ചു പോകണോ? പാപ്പൻ ചോദിച്ചപ്പോൾ സരിത പാപ്പനെ നോക്കി പറഞ്ഞു. അതല്ല പാപ്പ, അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ദിനേശ് ചേട്ടൻ വന്നപ്പോൾ അച്ഛൻ ദിനേശ് ചേട്ടൻ്റെ കൈകളിൽ ഏൽപ്പിച്ചതാണ് എന്നെ. മറ്റാരേക്കാളും എനിക്ക് യോജിച്ചത് ദിനേശ് ചേട്ടൻ തന്നെയാണ് എന്നുറപ്പുള്ളതുകൊണ്ട് അതാണ് ദിനേശ് ചേട്ടൻ്റെ അമ്മ ചോദിച്ചത്. സരിത വ്യക്തമാക്കി. അതെങ്ങനെ ഞാനും മേട്ടനും കൂടി സംസാരിച്ചിരുന്നതാണ് സോമനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ രണ്ടാമത്തെ മകനാണ് സോമരാജൻ. അത് കേട്ട് സരിതയും അമ്മയും സഞ്ജുവും ഞെട്ടി. ആര്? സോമേട്ടനോ? സദാസമയം താമരയെപ്പോലെ നടക്കുന്ന അങ്ങേരെ കൊണ്ട് എന്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നോ? ആദ്യമായാണ് തൻ്റെ അനിയൻ തനിക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കുന്നത് എന്നോർത്ത് സരിത. നീ അങ്ങനെ കൊച്ചാക്കുകയൊന്നും വേണ്ട. ആണുങ്ങളല്ലേ, സ്വല്പം വെള്ളം കുടിക്കും. അതത്ര വലിയ തെറ്റൊന്നുമല്ല. പിന്നെ സ്ഥിരമായി അവൻ ജോലിക്ക് പോകുന്നില്ല. എന്നാലും അവന് കുടിക്കാനുള്ളത് ആരുടെ കയ്യിലും കടം വാങ്ങിയല്ല അവൻ കുടിക്കുന്നത്. അതിനൊക്കെ എൻ്റെ മോൻ അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. അമ്മായി ഗൗരവത്തോടെ പറഞ്ഞു. അതൊന്നും ശരിയാകില്ല. ഞങ്ങൾ ആലോചിച്ചു കൂടിയില്ല. സരിതയുടെ അമ്മ പറഞ്ഞത് അമ്മായിക്ക് പിടിച്ചില്ല. എൻ്റെ ഏട്ടൻ പോയല്ലോ. ഇനി ഞാനിതൊക്കെ ആരോട് പറയാനാണ്? ഇനി ഞങ്ങൾക്കൊന്നും ഇവിടെ പറയാനുള്ള അധികാരവുമില്ല. വാടി പോവാം. മൂത്ത മരുമകൾ നിഷിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മായി. അപ്പം തന്നെ പടിയിറങ്ങി പോവുകയും ചെയ്തു. സരിത, ഇവരായി നമ്മുടെ വിവാഹം നടത്തി തരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് വന്നത്. ദിനേശിൻ്റെ അമ്മയെ അർത്ഥം വെച്ചൊന്ന് നോക്കി. അവർ തൻ്റെ കയ്യിലെ പേഴ്സിൽ നിന്നും ഒരു കുഞ്ഞു ജ്വല്ലറി ബോക്സ് എടുത്ത് ഇത് മോനെ ദിനേശിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവരത് ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. നിന്റെ ഒരു വിളിക്ക് അപ്പുറം ഞാനുണ്ട്. നിനക്ക് എപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയാലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ നിമിഷം ഞാൻ വന്ന് കൊണ്ടുപോകും നിന്നെ. ഒരു താലിച്ചരട് കെട്ടി സ്വന്തമാക്കാൻ. അതിന് മറ്റാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. നിന്റെ മാത്രം മതി. സരിതയുടെ അമ്മയും സഞ്ജുവിനെയും ഒന്ന് ഇരുത്തി നോക്കി ദിനേശൻ ബോക്സിൽ നിന്നും ഒരു വളയെടുത്ത് സരിതയുടെ വലത് കൈയിൽ അണിയിച്ചു കൊടുത്തു. സരിത തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നു. പോയിട്ട് വരാം, കാണാം. ദിനേശൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മോളെ, നീ പേടിക്കണ്ട. ആരെതിർത്താലും നിന്നെ കൂട്ടിക്കൊണ്ടു പോകും ഞങ്ങൾ. വാ മോളെ, പോവാം. തൻ്റെ മകളെ നോക്കി പറഞ്ഞുകൊണ്ട് അവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സരിത അവർ പോകുന്നത് നോക്കി തറഞ്ഞു നിന്നു. ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ. സരിത നിൽക്കുന്ന കണ്ട് ദേഷ്യം വന്നു അമ്മയ്ക്ക്. എടി പെണ്ണെ, വെറുതെ ഒഴൊന്നും ആലോചിച്ചു കൂട്ടണ്ട. നിന്നെ അവന് കൊടുക്കില്ല ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ. നല്ല ജോലിക്കാരൻ്റെ ആലോചന വന്നിട്ട് അത് വേണ്ട പോലും. അമ്മയുടെ പറച്ചിലൊക്കെയിട്ട് തിരിച്ചു പറയാൻ പൊങ്ങിയ നാവിനെ സ്വയം നിയന്ത്രിച്ച് തൻ്റെ റൂമിലേക്ക് പോയി സരിത. കട്ടിൽ കമഴ്ന്ന് കിടക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛനൊരു ആശ്രയമായിരുന്നു തനിക്ക്. തൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഈ വീട്ടിലുണ്ടായിരുന്ന ഏക വ്യക്തി താൻ ഇവിടെയും ഏകയാണ്. അച്ഛനെക്കുറിച്ച് ഓർക്കും തോറും അവളെ മിഴികൾ തോരാതെ പെയ്തു. റസിയുടെ വീട്ടിൽ ഉസ്താദ് വന്നിട്ടുണ്ട്. കാര്യമായ ചർച്ചയിലാണ്. ഉപ്പയും മറ്റുമ്മയും തന്നെക്കുറിച്ചാണ് ചർച്ചയെന്ന് മനസ്സിലായി അവൾക്ക്. അധികം വൈകാതെ തന്നെ ഉപ്പയുടെ നീട്ടിയുള്ള വില കേട്ടുവോള്. മോളെ, റസിയ തട്ടം നേടി പിടിച്ചിട്ട് അവർ ഇരിക്കുന്ന ഇടത്തേക്ക് വന്നു. വാതിൽക്കൽ പാതി മറിഞ്ഞു നിൽക്കുന്ന റസിയെ നോക്കി വീടൊക്കെ ചിരിച്ചു ഉസ്താദ്. മോളെ, അടുത്ത മാസമല്ലേ നിന്റെ പരീക്ഷ തീരുക? ഉപ്പയുടെ ചോദ്യം കേട്ട് റസിയ മറ്റുമ്മയെ നോക്കി. ലേശം തിളിച്ച കുറവുണ്ട് മുഖത്ത്. അല്ലപ്പാ, അടുത്ത മാസം തുടങ്ങും. ചിലപ്പോൾ നീട്ടി വെക്കുകയും ചെയ്യും. എന്താ ഉപ്പ? റസിയ ചോദിച്ചു. അല്ല മോളെ, ഉസ്താദ് വന്നത് ഒരു ആലോചനയുമായിട്ടാണ്. പറഞ്ഞാൽ നീ അറിയും. നമ്മുടെ ആയിഷ ടെക്സ്റ്റൈൽസിന്റെ ഓണറിന്റെ മോന് വേണ്ടിയാണ്. അവർ നിന്നെ കണ്ടിട്ടുണ്ട്. നിക്കാഹ് കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്.
അവരെ പോലെയുള്ളവരുടെ വീട്ടിൽ നിന്ന് ഒരു ബന്ധം വരികയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമായി കാണണം. ഉപ്പ പറഞ്ഞു വരുന്നത് എന്തെന്ന് റസിയയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഒരു ജോലി എന്റെ സ്വപ്നമാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ നിക്കാവ് വേണ്ട, ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ റസ്യ. നല്ല കൂട്ടരാണ്, അവർക്ക് താല്പര്യമുണ്ട്, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഉസ്താദ് ചായ ഒറ്റ വരിക്ക് കുടിച്ച് ഗ്ലാസ് കാലിയാക്കി എഴുന്നേറ്റു. ഉപ്പയുടെ മുഖം മാറിയതും മനസ്സിലായി അവൾക്ക്. പെട്ടെന്ന് തന്നെ തന്റെ റൂമിലേക്ക് നടന്നുവോള്. പിന്നാലെ ഉപ്പ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും കുറച്ചു കാലം കൂടി ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. റസ്യ, നീ എന്താ വിചാരിച്ചത്? നിന്റെ കുട്ടികളെയല്ലേത്? നിക്കാഹ് ഉടനെ വേണമെന്ന് പറഞ്ഞില്ല അവർ. 2 മാസം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ അവർ വന്ന് കണ്ടിട്ട് പോട്ടെ. ഉപ്പ റൂമിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിക്കാഹിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്റെ എക്സാം ഒന്ന് കഴിയട്ടെ ഉപ്പ. നിറഞ്ഞ കണ്ണുകളെ പറയുന്ന മകളെ ഒന്ന് നോക്കിക്കൊണ്ട് മൂടി വിട്ട് പുറത്തേക്ക് പോയി ഉപ്പ. വാതിലടിച്ച് ലോക്കാക്കി റസ്യ ഫോൺ എടുത്ത് ജയേഷ് അയച്ച മെസ്സേജ് വായിച്ചു നോക്കി. കുഞ്ഞിനെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല, അതാണ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്. രാത്രി വിളിക്കാം, കുറച്ച് സംസാരിക്കാനുണ്ട്. മെസ്സേജ് അയച്ചു റസ്യ. എല്ലാം ഡിലീറ്റ് ആക്കി ഫോൺ മാറ്റി വെച്ച് വെറുതെ ബുക്ക് എടുത്ത് മറിച്ച് നോക്കി. ഒന്നും പഠിക്കാൻ കിട്ടാത്തതുപോലെ. അപ്പോഴാണ് ദക്ഷ 2 ദിവസമായി വിളിച്ചില്ലെന്ന് തോന്നലുണ്ടായത്. ഫോൺ എടുത്ത് ദക്ഷയെ വിളിച്ചു. റസ്യ, റിംഗ് ഉണ്ട്, ഫോൺ എടുക്കുന്നില്ല. റസ്യ ഫോൺ വെച്ച് മാളവികയെ വിളിച്ചു. ദക്ഷ തന്നെയും വിളിച്ചിട്ടില്ലെന്ന് അവളും പറഞ്ഞു. കൂട്ടുകാരികൾ പരസ്പരം കുറച്ചു സമയം സംസാരിച്ചു. കളത്തിൽ പറമ്പിൽ വീട്ടിൽ വന്നവരെല്ലാം തിരികെ പോയി. ഇന്ദ്രൻ ആർക്കും മുഖം കൊടുത്തില്ല. ആരുടെയും സഹതാപം തനിക്ക് വേണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മോൾ ഇന്ദ്രനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അവൾക്കൊന്നും അറിയാത്ത പ്രായമായത് ഒരു കണക്കിന് നന്നായി എന്ന് തോന്നി ഇന്ദ്രന്. വൈകിട്ട് തേവൻ വിളിച്ച് സംസാരിച്ചു. അനിയനോട് സംസാരിച്ചപ്പോൾ മനസ്സ് ശാന്തമായി ഇന്ദ്രന്റെ. കുറച്ച് ആശ്വാസം നൽകിയ അനിയന്റെ വാക്കുകൾ. വേനിൽ വരണ്ട വിണ്ടി കയറിയ വായിലേക്ക് നീർത്തുള്ളികൾ പൊളിഞ്ഞിറങ്ങും പോലെ ഇന്ദ്രൻ കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു. നെറ്റിൽ 2 കൈകളും ചേർത്ത് വെച്ചപ്പോൾ അച്ചുട്ടി ഓടി വന്ന് അടുത്തിരുന്നു. നെറ്റിയിൽ കുഞ്ഞു കൈകൾ വെച്ച് ചുണ്ടി കോർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛേ, വേദനയാ? കുഞ്ഞു കൈകൊണ്ട് നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന കുഞ്ഞിനെ ഇന്ദ്രൻ ചേർത്ത് പിടിച്ചു. കുറച്ച്. അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ. മണ്ണ് വേണോ അച്ഛേ? വീണ്ടും കുഞ്ഞിച്ചുണ്ട് പിളർത്തി ചോദിച്ചു അച്ചു. വേണ്ട മോളെ, ഇന്ദ്രൻ പറഞ്ഞു. മോള് ഉഞ്ഞി തരാട്ടോ. അച്ചു കുഞ്ഞു കൈകൾ വെച്ച് ഇന്ദ്രന്റെ നെറ്റിയിൽ അമർത്തി തടവിക്കൊണ്ട് അടുത്തിരുന്നു. മോളിലെ കരുതലും സ്നേഹം കൊണ്ട് അവന്റെ മിഴികൾ അറിയാതെ നിറഞ്ഞുപോയി. കണ്ണുകൾ ഇറക്കി അടച്ച് പിടിച്ചു കിടണം. മയക്കം എപ്പോഴും മിഴികളെ തലോടിപ്പോയതൊന്നും അറിഞ്ഞില്ല ഇന്ദ്രൻ. അമ്മയുടെ കരുതലത്തിന്റെ ചൂട് നെറ്റിയിൽ തലോടലായി ഏറ്റപ്പോഴാണ് ഇന്ദ്രൻ കൺപോളകളെ വലിച്ചു തുറന്നത്. മോൾ തന്നോട് ചേർന്ന് കിടന്ന് ഉറങ്ങിപ്പോയിരിക്കണം. ചെറിയൊരു തലവേദന. കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. മോൾ നെറ്റിൽ തടവി തരികയാണ്. എപ്പോഴാണ് അവളും ഉറങ്ങിയതെന്ന് അറിയില്ല. ഇന്ദ്രൻ അമ്മയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ കണ്ണുകളിൽ അപ്പോഴും നീർത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചി പിടഞ്ഞു പോയി ഇന്ദ്രന്റെ. മോനെ, അമ്മ ചായ എടുത്തിട്ട് വരാം. കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. തലവേദന ഏതുകൊണ്ട് ചായ ഇപ്പോൾ കൊണ്ടുവരാം. അമ്മ എഴുന്നേറ്റ് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന് നോക്കി കിടന്നു ഇന്ദ്രൻ. അമ്മ കൊണ്ടുവന്ന ചൂട് ചായ കുടിച്ചപ്പോൾ തലവേദന കുറയുന്നത് അറിഞ്ഞു അവൻ. ഇനിയിപ്പോൾ കഴിക്കാനൊന്നും വേണ്ടമേ, മോൾക്ക് കൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്ക്. ഇന്ദ്രൻ പതി അച്ചുമോളെ തട്ടി വിളിച്ചു. കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി അവൾ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. മാറിയോ അച്ഛേ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അച്ഛൻ ചോദിച്ചു. മാറി മോളെ. അച്ഛയുടെ മോൾ ആമോസിന്റെ കൂടെ പോയി മാമ കഴിച്ചിട്ട് ഓടി വാ. ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചും അച്ഛൻ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു. ഇച്ച് വേണ്ട. വാശി പിടിച്ചു പറയുന്ന മകളെ വേദനയോട് ഇന്ദ്രൻ നോക്കി. പറയാൻ അറിയില്ലെങ്കിലും അവൾക്കും എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് മോളെ. അതാണ് ഈ വാശി എന്നോട് വൈകിട്ട് ചോദിച്ചത്. അമ്മ എന്താ വരാത്തതെന്ന്. പാവം കുഞ്ഞിന് എന്തറിയാം. അമ്മ പറഞ്ഞിട്ട് മോളെ എടുത്ത് താഴേക്ക് പോകുന്നത് ഇന്ദ്രൻ നോക്കിയത്. മോളെ പാവം, കളത്തിപ്പറമ്പിലെ കുട്ടിയുടെ കാര്യം കഷ്ടായി. എന്ത് സ്നേഹമുള്ള മോനായിരുന്നു. തങ്കമണി അമ്മയെന്ന് നീട്ടി വിളിക്കുന്നത് കേൾക്കാൻ ഇപ്പോഴും കൊതിക്കാറുണ്ട് ഞാൻ. അമ്മ പറയുന്ന കേട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ബാല അമ്മയെ നോക്കി നെറ്റി ചോദിച്ചു. ആരുടെ കാര്യം അമ്മ പറയുന്നത്? ബാല ചോദിച്ചു. ഇന്ദ്രൻ കുഞ്ഞിന്റെ കാര്യമാ മോളെ. ആ നാശം പിടിച്ച പെണ്ണ് മോനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയത്രേ. വടക്കര രമണിയ എന്നോട് പറഞ്ഞത്. അവൾക്ക് കുറച്ച് നുണച്ചുണ്ട് കൂടുതലാണ്. ആദ്യം വിശ്വസിച്ചില്ല ഞാൻ. പക്ഷെ വരും വഴി രമണനെയും കണ്ടു. അവനും കൂടി പറഞ്ഞപ്പോൾ സംഗതി ശരിയാണെന്ന് മനസ്സിലായി. 2 വയസ്സായിട്ടുള്ള മോൾക്ക് നല്ല പൊന്നിൻകുള പോലത്തെ ഒരു കുഞ്ഞ്. ഇന്നാളും കൂടി അമ്പലത്തിലേക്ക് സൂതാമ്മയുടെ കൂടെ കണ്ടേയുള്ളൂ. പിന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ എങ്ങനെ തോന്നിയെന്തോ. കലികാല വൈഭവം തന്നെ. ശിവ നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോകുന്നത് ബാലൻ നോക്കിയിരുന്നു. കഴിക്കുന്ന ആഹാരം തൊണ്ടിൽ കുടുങ്ങിയതുപോലെ. തന്നെ കണ്ടപ്പോൾ ഇന്ദ്രേട്ടൻ ഒഴിഞ്ഞു മാറിയെന്ന് കാണും. അപ്പോൾ അതായിരുന്നു അല്ലേ എൻ്റെ ഭഗവതി, എന്തൊക്കെയാണ് കേൾക്കുന്നത്?
ബാലയ്ക്ക് തൊണ്ടക്കുഴിയിൽ കൂടി ഒന്നും താട്ടിറങ്ങിയില്ല. കഴിക്കുന്നത് മതിയാക്കി അവൾ എഴുന്നേറ്റു. വേസ്റ്റ് കളഞ്ഞ് പാത്രം കഴുകി വെച്ച് തന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അമ്മ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ബാല. അവളുടെ മനസ്സ് മുഴുവൻ ഇന്ദ്രനായിരുന്നു. പാടത്തും പറമ്പിലും തന്നെ ഒളിഞ്ഞു നോക്കി നിന്നിരുന്ന ആ പൊടി മീശക്കാരൻ. കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന ഇന്ദ്രന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. മനസ്സിൽ ആദ്യം തോന്നിയ പ്രണയം അത് ഇന്ദ്രനോടായിരുന്നു. പരസ്പരം തുറന്നു പറയാതെ മിഴികൾ കൊണ്ട് കൈമാറിയ പ്രണയം ചെറുപ്പത്തിന്റെ ചാബല്യങ്ങളായി തള്ളിക്കളയാൻ തോന്നിയിരുന്നില്ലെങ്കിലും കൂട്ടിമുട്ടാത്ത രണ്ട് സമാന്തര രേഖകൾ പോലെ ഒഴിഞ്ഞു മാറേണ്ടി വന്ന തന്റെ ആദ്യ പ്രണയം മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് രണ്ടുപേരും പറയാതെ പറഞ്ഞ നാളുകൾ ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടും ഒരു പുഞ്ചിരിയിലൂടെയും നോട്ടത്തിലൂടെയും കൈമാറിയ പ്രണയം, പരിശുദ്ധമായ പ്രണയം. ഓർമ്മ തള്ളി നിന്ന് നിറം പിടിച്ച എഴുത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖം ഇന്ദ്രേട്ടൻ്റേത് മാത്രമാണ്. പരസ്പരം രണ്ടു പേർക്കും തുറന്നു പറയാനും സ്വന്തമാക്കാനും കഴിയാതെ പോയ സ്നേഹം ഇന്നും ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണ്. മനസ്സിന്റെ ചിപ്പിൽ മൂടി വെച്ച ഇഷ്ടങ്ങളിലൊന്ന്. എന്നാലും ഇന്ദ്രേട്ടനെ ഇട്ടിട്ട് പോകാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഈ കരയിൽ വെച്ച് സൽസ്വഭാവിയും എല്ലാവരെയും സ്നേഹിക്കുന്ന ഇന്ദ്രേട്ടനെ ഇട്ടിട്ട് പോയാൽ അവർ എന്തിന്റെ പേരിലായാലും അവർ ഒരിക്കലും ഗുണം പിടിക്കില്ല. ചിത്രയെ മനസ്സുകൊണ്ട് പ്രാഗി ശ്രീബാല. മുറിയുടെ അരണ്ട വെളിച്ചത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നവൾ ഉറക്കം അവളുടെ കൺപോളകളെ തഴുകിയില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോൾ തെളിഞ്ഞത് ഇന്ദ്രന്റെ മുഖമായിരുന്നു. വല്ലാത്തൊരു പിഴച്ചൽ നെഞ്ചിനുള്ളിൽ. ഒരു വിധത്തിൽ നേരം വിളിപ്പിച്ച ശ്രീബാല ഓർമ്മ വെച്ച നാൾ തൊട്ടേ അറിയുന്നതാണ്. ഇന്ദ്രേട്ടൻ അമ്പലത്തിലേക്കുള്ള വരവ് ഒറ്റ ദിവസം പോലും മുടക്കാതെ ഭഗവതി തൊഴാൻ വരുന്ന ഇന്ദ്രേട്ടനെ കാണുമ്പോൾ കൗതുകമായിരുന്നു. ഇങ്ങനെയും വിശ്വാസമുള്ള ആൺകുട്ടികൾ ഉണ്ടാകുമോ എന്ന്. ആ വിശ്വാസം എന്നെ വില തെറ്റിയിട്ടില്ല. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കാണുന്നതുവരെ ഇന്നും അമ്പലത്തിലേക്ക് വരുമായിരിക്കും. കണ്ട് സംസാരിക്കണം. ആ ഹൃദയവേദന എത്രത്തോളം ഉണ്ടാകുമെന്ന് തനിക്കറിയാം. ഇന്ദ്രേട്ടനെ തന്നെക്കാൾ കൂടുതൽ ആർക്കാണ് അറിയാൻ കഴിയുക? പെട്ടെന്ന് കുളിച്ചൊരുങ്ങി നീണ്ടു ചുരുണ്ട സമർത്ഥമായ തലമുടി കുളിപ്പിന്നിട്ട് വിടർത്തിയിട്ട് മുറ്റത്തെ തുളസി തറയിലും തുളസി കതർ നുള്ളിയെടുത്ത് മുടിയിലേക്ക് തിരുവി. അമ്മേ, ഞാൻ പോയിട്ട് വരാട്ടോ പറഞ്ഞുകൊണ്ട് പടിപ്പുരയുടെ പടിക്കെട്ടുകൾ വേഗത്തിൽ ഇറങ്ങി ബാല. നിർമ്മാല്യം തൊഴാൻ എന്തായാലും വരും ഇന്ദ്രേട്ടൻ. മണ്ണിട്ട ഇടവഴിയിലൂടെ വേഗത്തിൽ നടന്നു ശ്രീബാല. ഇരുവശവും ചെമ്പരത്തി ചെടികളും മൈലാഞ്ചി ചെടികളും നിറഞ്ഞു നിൽക്കുന്ന അതിർത്തി കടന്ന് വയൽ വരമ്പിലേക്ക് ഇറങ്ങിയവൾ. വയലിലൂടെ നടന്നാൽ വേഗത്തിൽ അമ്പലത്തിലെത്താം. പച്ചപ്പാട്ടോട് തോരിങ്ങി നിൽക്കുന്ന പെണ്ണിനെ പോലെ നീണ്ടു കിടക്കുന്ന നെൽപ്പാടം. മഞ്ഞുതുള്ളികൾ പുൽനാമ്പുകളിൽ മുത്തമിട്ട് നിന്നു. ഏറെക്കാലമായി തനിക്ക് അന്യമായ പഴയ കാലത്തിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു ബാലയപ്പോൾ. വയൽ വരമ്പിലൂടെ വേഗത്തിൽ നടക്കുമ്പോൾ കാറ്റ് പിടിച്ച് അവളുടെ സെറ്റുമുണ്ട് ഉലഞ്ഞു. അമ്പലത്തിന്റെ പടിഞ്ഞാറേ വശത്തേക്ക് കയറി വേഗത്തിൽ നടുവിലേക്ക് നടന്നു ബാല. നിർമ്മാല്യത്തിനുള്ള മണിയൊച്ച കേൾക്കാൻ തുടങ്ങി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ശ്രീകോവിലിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന മുഖങ്ങളിലേക്ക് നീണ്ടു അവളുടെ മിഴികൾ. ഏറ്റവും മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടു. അവളുടെ മനസ്സിൽ കുളിർക്കാറ്റ് വീശി. ബാല മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളുടെ പിന്നിലായി ഒതുങ്ങി നിന്ന് ഒന്നുകൂടി ഇന്ദ്രനെ നോക്കി. ഷർട്ട് തോളിലിട്ട് കൈകൂപ്പി കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ തന്റെ മനസ്സ് നൂർന്നത് അറിഞ്ഞു ശ്രീബാല. ദേവി, എല്ലാം സഹിക്കാൻ ഇന്ദ്രന് ശക്തി കൊടുക്കണേ. കണ്ണുകളടച്ച് തൊഴുത് പ്രാർത്ഥിച്ച ശ്രീബാല. തിരുമേനി കൊടുത്ത പ്രസാദം വാങ്ങി തന്റെ മുന്നിൽ നിൽക്കുന്ന മുള്ള നെറ്റിയിൽ തൊട്ടുകൊടുത്തു ഇന്ദ്രൻ. മുട്ടുവരെ ഇറക്കമുള്ള കുഞ്ഞു വെള്ളപ്പാവാടയും ചുവപ്പ് ടോപ്പുമിട്ട് ഓമനത്തം തുളുമ്പുന്ന കുഞ്ഞു മുഖത്തേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു ബാല. അവളുടെ ഉള്ളിലെ മാതൃഹൃദയം തേങ്ങി. ഇന്ദ്രനും കുഞ്ഞും പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ തിരുമേനി കൊടുത്ത പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊട്ടു ബാല. ഇന്ദ്രൻ ആരെയെ കണ്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ മോൾ പതിയെ ഇന്ദ്രന്റെ അടുത്തുനിന്ന് മാറി. മോളത്തിനെ ശ്രദ്ധിച്ച് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു ശ്രീബാല. ഇന്ദ്രൻ കാര്യമായി സംസാരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞടുത്തുനിന്നും മാറിയത് അറിഞ്ഞില്ല. ബാലമോളുടെ പിന്നാലെ ചെന്നു. പെട്ടെന്നാണ് കുഞ്ഞു ക്ഷേത്രകുളത്തിലേക്കുള്ള പടിക്കെട്ടുകൾ ഓടിയിറങ്ങിയത്. മോളെ, ബാലയുടെ വിളി കേട്ടാണ് ഇന്ദ്രൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത്. കുളക്കടവിലേക്ക് ഇറങ്ങുന്ന തന്റെ പൊന്നുമകളും പിന്നാലെ പായുന്ന ശ്രീബാലയും. കാലുകളിലെ ചലനശക്തി നഷ്ടപ്പെടുന്നത് പോലെ തറഞ്ഞു നിന്നു ഇന്ദ്രൻ. മോളെ എന്നും വിളിച്ചുകൊണ്ട് ശ്രീബാല മോളുടെ പിന്നാലെ ഓടി. അപ്പോഴേക്കും പടിയിൽ കാൽ വെച്ച് കഴിഞ്ഞെന്ന് വച്ചു. തലേ ദിവസം പെയ്ത മഴയിൽ കുതിർന്ന് കിടന്ന പടിയിൽ വഴുക്കലുണ്ടായിരുന്നു. കാൽ വഴി വെള്ളത്തിലേക്ക് വീണു പോയി മോൾ. അലറി വിളിച്ചുകൊണ്ട് മോളുടെ പിന്നാലെ ഓടിയിറങ്ങി ബാല. മുങ്ങി താഴ്ന്ന അച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുങ്ങി നിവർന്നു ശ്രീബാല. അച്ചുമോൾ അവളുടെ ബ്ലൗസിൽ പിടിമുറുക്കി കണ്ണുകൾ ഇറക്കി അടച്ച് അലറിക്കരഞ്ഞു. അച്ചുമോളെ മാറോടടക്കി പിടിച്ച ശ്രീബാല. അപ്പോഴേക്കും ആദ്യത്തെ ഞെട്ടിൽ നിന്ന് മോചിതനായി ഇന്ദ്രൻ കുളപ്പടവിലേക്ക് ഓടിയിറങ്ങി വന്നു. മോളെ വിളിച്ചുകൊണ്ട് അവൻ കുഞ്ഞിനെ എടുക്കാൻ നോക്കി. അമ്മേ എന്നും വിളിച്ചുകൊണ്ട് കുഞ്ഞൊന്നുകൂടി ഇറക്കി പിടിച്ചു ബാലയെ. ഇന്ദ്രടാ, കുഞ്ഞ് പേടിച്ചെന്ന് തോന്നുന്നു. ചെറുതായി വിറകുളർന്ന മോളുടെ ദേഹത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ബാല.
കുഞ്ഞിനെ കയറ്റിക്കൊണ്ടുവരൂ. തിരുമേനിയും ക്ഷേത്രത്തിലേക്ക് വന്ന ആളുകളും ഓടിക്കൂടിക്കൊണ്ട് പറഞ്ഞു. ബാല മോളെയും കൊണ്ട് നടന്നു. കൂടെ ഇന്ദ്രനും. ചെറുതായി വിറപ്പുണ്ട് കുഞ്ഞിന്റെ ശരീരം പെട്ടെന്ന് വെട്ടി വിറയ്ക്കാൻ തുടങ്ങി. വായിലും നുരയും പതയും വന്ന് ദൃഷ്ടി മറിച്ചുകൊണ്ട് കുഞ്ഞ് ഫിക്സ് കാണിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ ഇവിടെ കിടത്തു, പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞു. ഊട്ടുപുഴയുടെ തിണ്ണയിലേക്ക് കുഞ്ഞിനെ കിടത്തി ബാല. പാടുകെട്ട് അവളുടെ ബ്ലൗസിൽ പിടിമുറുക്കി കുഞ്ഞ് വിരലുകളെ മോചിപ്പിച്ചുകൊണ്ട്, താക്കോലുണ്ടോ ആടുകളും കയ്യിൽ? ആരൊക്കെയോ താക്കോൽ ഏൽപ്പിച്ചത് മോളുടെ കയ്യിൽ പിടിപ്പിച്ചു അവർ. നാവ് കടിച്ചതുകൊണ്ടാകാം ചെറുതായി ചുണ്ടും മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങിയിരിക്കുന്നു. മോളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ മോളെ അടുത്തിരുന്ന് വിളിച്ചു. ബാലയും മോളെ തട്ടി വിളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ശരീരം നിശ്ചലമായി. ചുട്ടുകൊള്ളുന്ന പനിയും. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. ആരോ പറഞ്ഞു കേട്ട് ഇത്രയും കുഞ്ഞിനെ വാടിയെടുത്തു. കുഞ്ഞിക്കണ്ണുകൾ പാതി തുറന്ന് അച്ചു അമ്മയെ തിരിഞ്ഞു. കണ്ണുകൾ തുടച്ചുകൊണ്ട് പിന്നാലെ നടന്നു വരുന്ന ബാലയെ കണ്ട് അവളെ വീണ്ടും അമ്മയെന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. ശ്രീബാല കൂടി ഒന്ന് പോയിട്ട് വരും. ബാല എടുക്കാൻ വേണ്ടി കുഞ്ഞ് കൈ നീട്ടിക്കരഞ്ഞു. ഇന്ദ്രൻ നിസ്സഹനായി ബാലയെ നോക്കി. ബാല, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വരാമോ എൻ്റെ മോൾക്ക് വേണ്ടി? കുഞ്ഞിനെ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് അപേക്ഷയോട് ചോദിച്ചു ഇന്ദ്രൻ. എന്തിനാ എന്നോടിങ്ങനെ അപേക്ഷിക്കുന്നത്? ഞാൻ വരാം ഇന്ദ്രേട്ടാ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ കയ്യിലും കുഞ്ഞിനെ വാങ്ങിയെടുത്തു. ക്ഷേത്രത്തിലേക്ക് വന്ന ആരുടെയോ കാറിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇന്ദ്രന്റെ കണ്ണുകൾ പിന്നിലെ സീറ്റിൽ ബാലയുടെ നെഞ്ചോട് പറ്റി കിടക്കുന്ന മുകളിലേക്ക് നീണ്ടു. തൻ്റെ ജീവനാണ് തളർന്നു കിടക്കുന്നത്. നെഞ്ചി പിടഞ്ഞു പോയി ഇന്ദ്രന്റെ. ഹോസ്പിറ്റലിൽ എത്തി പെട്ടെന്ന് തന്നെ ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചു. വെള്ളത്തിൽ വീണതിൻ്റെ എഫക്റ്റ് ഒന്നും കാണാനില്ല. പേടിച്ചു പോയി. അതാണ് പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാണാം. ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ബാലയെ നോക്കി ഡോക്ടർ ചോദിച്ചു. ബാല ഇന്ദ്രനെ നോക്കി. ഇല്ല ഡോക്ടർ, ആദ്യമായിട്ടാണ് മോൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്, ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ തോന്നിയിരുന്നോ? വീണ്ടും ഡോക്ടർ ചോദ്യം ബാലയിലേക്ക് നീണ്ടു. ഇല്ല ഡോക്ടർ. അതിന് ഇന്ദ്രൻ മറുപടി പറഞ്ഞപ്പോൾ ഡോക്ടർ സംശയത്തോടെ ബാലയെ നോക്കി. അമ്മ എന്താണ് ഒന്നും പറയാതെ നിൽക്കുന്നത്? അച്ഛനേക്കുള്ള അമ്മയ്ക്കാണ് കുഞ്ഞുങ്ങളുടെ മാറ്റം പെട്ടെന്ന് അറിയുന്നത്. നിങ്ങളെ കുഞ്ഞിൻ്റെ കൂടെയല്ലേ താമസം? ഡോക്ടർ നീരസത്തോടെ ചോദിച്ചു. ഡോക്ടർ, ഇതെൻ്റെ ഭാര്യയല്ല, ഒരേ നാട്ടുകാരാണ്. ക്ഷേത്രത്തിൽ വെച്ചാണ് മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. കുളത്തിൽ വീണ മോളെ രക്ഷപ്പെടുത്തിയത് ഇവരാണ്, ഇന്ദ്രൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഐ സി, സോറി കേട്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചതാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മ എവിടെ? വീണ്ടും ഡോക്ടർ ചോദ്യം ഹൃദയത്തിൽ തറച്ചു ഇന്ദ്രൻ്റെ. ഡോക്ടർ, അവർക്ക് പേഴ്സണലായി പറയാം, ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഡോക്ടർ മെഡിസിൻ നിർദ്ദേശം കൊടുത്തു. വരൂ, ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് ഡോക്ടർ നടന്നു. ബാല, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം, ബാലയെ നോക്കി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഡോക്ടറെ പിന്നാലെ പോയി. ബാലം മുകളിലെ അടുത്തിരുന്നുകൊണ്ട് നെറ്റിൽ വീണ് കിടക്കുന്ന മുടികിടകൾ ഒതുക്കി വെച്ചു. സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുത്തു. കുഞ്ഞൊന്ന് ഞരങ്ങിക്കൊണ്ട് കരഞ്ഞു. ഇല്ല മോളെ, ഒന്നുമില്ല, പേടിക്കണ്ട കേട്ടോ, മോളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ബാല. ട്രിപ്പിടാൻ കുറെ ബുദ്ധിമുട്ടി നേഴ്സ്. ഒരു തരത്തിലും മോൾ സമ്മതിക്കുന്നില്ല. ഒടുവിൽ ബാലം മടിയിലിരുത്തി ചേർത്ത് പിടിച്ച് കൈ പതിയെ തഴുകിയപ്പോൾ മോൾ അവിടെ നെഞ്ചിൽ ചൂട് പറ്റിക്കിടന്നു. കൈ അനക്കാതെ ശ്രദ്ധിച്ചാൽ മതി, ഇനി കിടത്തിക്കോളൂ. സിസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് ബാലയെ നോക്കി പറഞ്ഞു. വേണ്ട, എൻ്റെ മടിയിൽ ഇരുന്നോട്ടെ, മയക്കത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീബാല. ഡോക്ടറുടെ കുഞ്ഞിൻ്റെ അമ്മ കൂടെയില്ലെന്ന കാര്യം വ്യക്തമാക്കി പറഞ്ഞു ഇന്ദ്രൻ. ഡോക്ടർക്ക് ഇന്ദ്രൻ്റെ നിസ്സഹാവസ്ഥ മനസ്സിലായി. ഇന്ദ്രൻ, ആദിശേഷിക്ക് ഇപ്പോൾ വേണ്ടത് അമ്മയുടെ സ്നേഹവും കരുതലുമാണ്. ഏറ്റവും റിസ്ക് പിടിച്ച സമയമാണ്. മോളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ വീണ്ടും ഫിക്സ് വരാം. പനിയുടെ ശക്തി ചില കുട്ടികളിൽ ഇതുപോലെ കാണാറുണ്ട്. പക്ഷെ അതൊന്നും അപസ്മാരമല്ല, അത് പനി മാറിയിൽ മാറുകയും ചെയ്യും. പക്ഷെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം തട്ടിയാൽ ഇനിയും അത് വന്നുകൂടാക്കില്ല. അതുകൊണ്ടിപ്പോൾ അവൾക്ക് മാക്സിമം സന്തോഷം നൽകണം. കുറച്ച് വാശിയൊക്കെ പിടിക്കും. കഴിയുന്നതും അമ്മയെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ. ഡോക്ടർ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ. ഇല്ല ഡോക്ടർ, അവളെ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരില്ല ഞാൻ. എൻ്റെ മോൾക്കൊരു അസുഖവും ഇനി വരില്ല, ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ, ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ പേഷ്യൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ പാടില്ല അധികം. ഇനിയും ഇതുപോലെ ഉണ്ടായാൽ കൂടെ കൂടെ കാണിച്ചെന്ന് വരും. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം മോളുടെ വാശിക്കൊപ്പം നിൽക്കുക. അല്ലെങ്കിൽ ഇനിയും നിസ്സാര കാര്യത്തിനെ പോലും ഇങ്ങനെ കണ്ടേക്കാം. ചില കുട്ടികളിൽ കാണുന്നതാണ് ഇതുപോലെ. ഡോക്ടർ പറയുന്നത് പാതിയും കേട്ടില്ല ഇന്ദ്രൻ. അമ്പലത്തിൽ നിന്ന് പോയ ആര് വിവരം പറഞ്ഞനുസരിച്ച് വീട്ടിൽ നിന്നും എല്ലാവരും എത്തിയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ. ബാലയുടെ കയ്യിലിരിക്കുന്ന മോളെ കണ്ട് സുഖം നിലവിളിച്ചു. എൻ്റെ പൊന്നു മോളെ. കരഞ്ഞുകൊണ്ട് ബാലയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു സുധ. കുഞ്ഞ് മയക്കം വിട്ടുണർന്ന് വീണ്ടും ബാലയെ ഇറക്ക കെട്ടിപ്പിടിച്ചു. അമ്മേ, പേടിയാ മോക്ക്. ബാല എന്തു പറയണമെന്നറിയാതെ പരങ്ങി. സുധാമേ, മോൾ നന്നായി പേടിച്ചു പോയി. അതെങ്ങനെ പറയുന്നത്?
ഇപ്പം മയക്കത്തിലുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പാതി മയക്കത്തിലാണ് മോള്. ശ്രീബാല ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. എന്നാലും ബാലയെ നീ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ്, സുധ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ ഡോക്ടർ റൂമിൽ നിന്ന് തിരിച്ചു വന്നു ബാലയുടെ മടിയിലിരിക്കുന്ന മോളെ എന്ന് നോക്കി. മോനെ, ഡോക്ടർ എന്തു പറഞ്ഞു? അച്ഛൻ ആദ്യോട് ചോദിച്ചു. നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇനിയും ഇതുപോലെ കാണാൻ സാധ്യതയുണ്ടെന്ന്, അതുകൊണ്ട് മോളെ വിഷമിപ്പിക്കുന്നൊന്നും പറയുക എന്നാണ് പറഞ്ഞത്. തൽക്കാലം മോളെ വാശിക്ക് കൂട്ടു നിൽക്കണമെന്ന് ഇന്ദ്രൻ പതർച്ചയോടെ പറഞ്ഞു. വേണ്ട, എന്റെ കുഞ്ഞിനെ ആരും വിഷമിപ്പിക്കണ്ട, സുധ പറഞ്ഞിട്ട് മോളെ തലയിൽ തലോടി. മോളെ, അമ്മൂസിനൊന്ന് നോക്കു മോളെ, അമ്മ പറയുമ്പോൾ കൂട്ടി വിഷമം തോന്നി ഇന്ദ്രന്. ഇഞ്ചക്ഷൻ ഉണ്ട്, മോളെ ഒന്ന് കിടത്തണം. സിസ്റ്റർ പറഞ്ഞപ്പോൾ ബാല പതിയെ കുഞ്ഞിനെ ബെഡിൽ കിടത്തി. മയക്കത്തിലായതുകൊണ്ട് കുഞ്ഞ് തളർന്ന് കിടന്നു. ബാലമ്മോരുടെ അറ്റത്തേക്ക് ഒതുങ്ങി നിന്നും. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. മോളിൽ ഓരോ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരുന്നു. ഇന്ദ്രൻ ഓരോന്നിനായി ഓടി നടന്നു. പാപ്പനും ചിഹ്നവും ദക്ഷയും കൂടി വന്നു. എല്ലാവരും മോളെ സങ്കടത്തോടെ നോക്കി നിന്നു. എല്ലാവരും മോളുടെ ചുറ്റും കൂടി നിന്നപ്പോൾ ബാല ഒരു വശത്തേക്ക് മാറി നിന്നു. ദക്ഷ ഇടയ്ക്ക് ബാലയെ നോക്കി. മോളെ ഇടയ്ക്ക് നോക്കി നിൽക്കുന്ന ബാലയുടെ കണ്ണുകൾ നിറയുന്ന ഭാവം എന്തെന്ന് മനസ്സിലാക്കാനായില്ല ദക്ഷയ്ക്ക്. വാത്സല്യമോ സ്നേഹമോ എന്തു തന്നെയാലും മോളെ അത്രയ്ക്കും ഇഷ്ടത്തോടെയാണ് അവർ നോക്കുന്നതെന്ന് മനസ്സിലായി ദക്ഷയ്ക്ക്. ചിന്നു ബാലയുടെ അടുത്തേക്ക് നടന്നു. ബാലിച്ചു, കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ശ്രീബാലയുടെ കയ്യിൽ പിടിച്ച ചിന്നു പറഞ്ഞപ്പോൾ ദക്ഷയും അവിടേക്ക് ചെന്നു. ഏട്ടത്തേക്ക് മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് മാറിയാണ് ബാലേച്ചിയുടെ വീട്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ സ്ഥിരം പുള്ളിക്കാരിയായിരുന്നു. വെളുത്തെഴുത്തുകാരായതുകൊണ്ട് തളവട്ടമ്പലത്തിലെ ഭഗവതിയുടെ പാട്ടും തിരുതാടവും ബാലേച്ചിയാണ് കൊണ്ടുവരിക. അങ്ങനെയാണ് ബാലേച്ചിയുമായുള്ള അടുപ്പം. എന്നാൽ മദ്രാസിൽ നിന്ന് വന്നത്? ചിന്നു ചോദിച്ചു. കുറച്ചു ദിവസമായി ചിന്നു. ബാല പറഞ്ഞു നിൽക്കുമ്പോഴേക്കും മരുന്നുമായി ഇന്ദ്രൻ വന്നു. മരുന്ന് മുള്ള കാലിന് അരികിൽ ടേബിളിൽ വെച്ചു ഇന്ദ്രൻ. എന്നിട്ട് ബാലയുടെ അടുത്തേക്ക് നടന്നു. ബാല, ഇനി നിൽക്കണമെന്നില്ല, എല്ലാവരും വന്നല്ലോ. ഞാൻ അച്ഛനോട് പറയാം ബാലയെ കൊണ്ടുവിടാൻ. മോളെ അടുത്തതും എനിക്കിപ്പം മാറാൻ കഴിയില്ല, അതുകൊണ്ട്. ഇന്ദ്രൻ പറഞ്ഞപ്പോൾ മോളെ ദയനീയമായി നോക്കി ബാല. മോളെ കിടപ്പ് കണ്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. പക്ഷെ നിൽക്കാനും ആകില്ലല്ലോ. ശരി ഇന്ദ്രേട്ടാ, ബാല പറഞ്ഞു. ഇപ്പൊ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി ഇന്ദ്രൻ. അച്ഛാ, ബാല ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വരൂ. ഈറനോടെയാണ് ബാലൻ നിൽക്കുന്നത്, ഇന്ദ്രൻ പറഞ്ഞു. വാ മോളെ, കൊണ്ടുവിടാം. മോളെ എന്ന് കണ്ട് നെറ്റിൽ ചിമ്പിച്ചു ബാല. അച്ഛന് പിന്നാലെ പുറത്തേക്ക് കാലുകൾ ചലിക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. മോളുടെ അമ്മയെന്ന് വിളിയും.